ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഫുറീസ് എക്സസൈസ്. ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് മുട്ട വെച്ചിട്ടൊരു ഉണ്ണിയപ്പം ചെയ്യാം. ഓക്കെ, അപ്പം എഗ് പനിയാരം അല്ലെങ്കിൽ എഗ് ഉണ്ണിയപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനുള്ളത്. മുട്ട ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മുട്ട ഉണ്ണിയപ്പം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് അരിപ്പൊടി, 2 മുട്ട, ഒരു മുട്ട കാണിച്ചിട്ടുള്ളൂ, 2 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഒരു ചെറിയ സവോള, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു പച്ചമുളക്, റഫായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് തേങ്ങ. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു മിക്സിംഗ് ബൗളിലാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു തിൻ ബാറ്റർ റെഡിയാക്കാം. ഞാൻ ആദ്യം ഒരു മുട്ട എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് നല്ല മിക്സ് ആയതിനു ശേഷമാണ് ഞാൻ ഒരു മുട്ട കൂടി ആഡ് ചെയ്തത്. അപ്പോൾ രണ്ടാമത് ആഡ് ചെയ്തപ്പോൾ ഡയറക്റ്റ് മുട്ട ആഡ് ചെയ്തില്ല, ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ 2 മുട്ട എടുക്കാം കേട്ടോ. ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്തേക്കുക, വളരെ കുറച്ച് ആഡ് ചെയ്യാവും കേട്ടോ, ഒരുപാട് ആഡ് ചെയ്ത് കളയരുത്. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റാണ് തേങ്ങ ആഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ആദ്യം ആഡ് ചെയ്താലും കുഴപ്പമില്ല, ഒരുമിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഒരു തിൻ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് തിക്കാക്കാൻ പാടില്ല കേട്ടോ. ഒരുപാട് തിക്കായ എന്ത് പറ്റും, ഉണ്ണിയപ്പത്തിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല, കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാൻ ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാൽ മതി, വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ താഴത്തെ പോർഷൻ ഒന്ന് ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോൾ അതിനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ബാറ്ററും ഉണ്ടാക്കുക. ഇതിപ്പോൾ നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം, ഒരു ചട്നിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞൊരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് ആ ചട്നി കൂടി ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യുക, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, കുറച്ച് മല്ലിയില, ഒരൽപ്പം കറിവേപ്പില. ഇതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്തത് ഇതേപോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി എഗ് ഉണ്ണിയപ്പം ആൻഡ് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവില്ല. താങ്ക് യു.